നിരുപാധിക പിന്തുണ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ UDF-ന് കൊടുത്തത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും UDF-ന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. ഇല്ലല്ല, നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും UDF-ന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് 99%. അത് UDF-ന് ഗുണകരമാകുകയുള്ളൂ, ഒരിക്കലും അത് ദോഷകരമാകുന്നില്ല. അല്ല, അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേതൃത്വം ചർച്ച ചെയ്തതിന് മുകളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ? നമ്മളൊക്കെ മലപ്പുറത്തുകാരല്ലേ, നമ്മൾ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എടാ ഒന്ന് പൊരുത്തപ്പെട്ടാടാ എന്ന് പറയുന്നത്. നമ്മൾ ഉമ്രയ്ക്ക് പോകുമ്പോഴും അതിന് പോകുമ്പോഴും ഒക്കെ പൊരുത്തം ചോദിച്ചുകൊണ്ട് പോകാറില്ലേ, അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് ആ പുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും എനക്കടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊക്കെ പുറത്ത് ക്ഷമ ചോദിച്ച് കെട്ടിപ്പിടിച്ച് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അൻവർക്ക് ഇടതുപക്ഷത്തോടൊപ്പം LDF-നോടൊപ്പം പിണറായിയോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ പലരും ദ്രോഹിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എനിക്ക് തോന്നുന്നു ഷാജൻസ്കറിയാണ് ദ്രോഹിച്ചെന്ന് തോന്നുന്നുണ്ട്. താങ്കൾ ഒരിക്കലെങ്കിലും എന്തിനാണ് അദ്ദേഹത്തിനെതിരെ നീങ്ങിയെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? രാഷ്ട്രീയമായിട്ട് നീങ്ങേണ്ടി വന്നു. അതിൽ കടിച്ചു പിടിക്കാതെ സ്വകാര്യമായിട്ടെങ്കിലും അദ്ദേഹത്തോട് ഒരു ക്ഷമ, ഒരു സോറി പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കേസുകൾ, അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസുകൾ, എത്ര കേസുകൾ നിങ്ങൾ കൊടുത്തു? ഇടവണ്ണ അടക്കം, ഇല്ലേ? അപ്പൊ അത്തരം കേസുകളൊക്കെ അദ്ദേഹം കയറി ഇറങ്ങി ഇപ്പോഴും നടക്കണുണ്ട്. കേസ് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കാം, പക്ഷെ കയറി ഇറങ്ങി നടക്കണ്ടേ? ആരായാലും, ഈ പറഞ്ഞ ഞാനായാലും താങ്കളായാലും ഒത്തിരി കള്ളക്കേസുകൾ നിങ്ങളുടെ പേരിലും വന്നിട്ടില്ലേ? അപ്പൊ അതിൻ്റെ ഒരു വിഷമം നന്നായിട്ട് അറിയാലോ. അപ്പൊ നമ്മുടെ മലപ്പുറത്തുകാരുടെ സംസ്കാരം കളയണ്ട. എനിക്ക് പറയാനുള്ളത്, താങ്കൾ ആരുടെയൊക്കെ പേരിലെങ്കിലും കള്ളക്കേസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കള്ളക്കേസുകൾ നിരുപാധികം അങ്ങോട്ട് പിൻവലിക്കുക. അത് പിൻവലിച്ചിട്ട് അവരോട് ഒരു സോറിയും പറഞ്ഞിട്ട് നല്ല ബന്ധം അങ്ങോട്ട് സൂക്ഷിക്കുക. അപ്പോൾ തന്നെ പകുതി ഭാരം അങ്ങോട്ട് കുറയും. അവരുടെ പ്രാർത്ഥനകളും എല്ലാം താങ്കൾക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയല്ലേ മാർഗം. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ഒന്ന് ചെയ്തൂടെ?